السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، فقد قال الله تعالى في القرآن العظيم: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وكل نفس أوهمت تشبيها أوله أو فوض ورم تنزيها. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാദാപുരത്ത് ഈ വർഷം നടക്കുന്ന നമ്മുടെ മൂന്നാമത്തെ ഖണ്ഡന പ്രസംഗമാണ് ഇത്. ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആവശ്യം വന്നാൽ മരിക്കുന്നതുവരെ ഖണ്ഡന പ്രസംഗം നടത്തും. ഈ കാര്യം ആദ്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും. അല്ലാഹുവിൻ്റെ ദീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി ലോകത്ത് അവതരിപ്പിച്ചു, പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ദീൻ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾക്കാണ് ജീവിതത്തിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും അംഗീകാരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം
കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ആ സ്വഹാബികളെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ്, എന്റെ കൂടെ ഹാജറായി പഠിച്ചവർ, ഹാജറായി പഠിക്കാൻ കഴിയാത്തവർക്ക് ഇത് പ്രബോധനം ചെയ്യണം, എത്തിച്ചു കൊടുക്കണം എന്ന് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഏൽപ്പിക്കുകയും ആധികാരിക പദവി നൽകുകയും ചെയ്തു. ആ സ്വഹാബത്തിൽ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സ്വഹാബത്ത് ലോകത്ത് പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ പ്രമാണമായ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും സുന്നത്തുകളും മഹാന്മാരായ സ്വഹാബത്തിന്റെയും ആദ്യകാല നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാരുടെ ഏകോപനങ്ങളെയും അതുപോലെ ഇസ്ലാം തന്നെ ഖുർആൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഖിയാസ് എന്ന് പറയുന്ന വ്യക്തമായി പറഞ്ഞതിനോട് വ്യക്തമായി പറയാത്തതിനെ തുലനം ചെയ്ത് നിമിത്തം മുഖേന മതത്തിന്റെ നിയമം കണ്ടെത്തുന്ന ഖിയാസ്, ഈ ഖിയാസ് എന്ന ഈ തെളിവ് മുഖേനയും മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കി ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് രേഖപ്പെടുത്തുകയും ശിഷ്യന്മാര് മുഖേന ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നിലക്ക് അവർ അതിന്റെ നിയമവ്യവസ്ഥകൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ ലോകത്ത് ദീൻ പഠിപ്പിച്ച കർമ്മശാസ്ത്രപരമായ രംഗത്ത് പഠിപ്പിച്ച ഇമാമിങ്ങളാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവർക്ക് ശേഷം അവരെ പോലുള്ള പ്രഗത്ഭരായ തികഞ്ഞ പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ പ്രഗത്ഭരായ പണ്ഡിതരും ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച കർമ്മശാസ്ത്രങ്ങൾ അവലംബിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. ലോകപ്രശസ്ത ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തിന്റെ മുഖദ്ദിമ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃഭൂമി അതിന്റെ മലയാള വിവർത്തനം പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിവർത്തനം ചെയ്ത ആള് അതിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി കളഞ്ഞതുകൊണ്ട് അതിൽ കാണുകയില്ല, മൂലഗ്രന്ഥത്തിൽ കാണും. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പരിഭാഷക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയത് അറബി ഗ്രന്ഥങ്ങളിൽ കാണാം. ومدعي الاجتهاد لهذا العهد مردود على عقده مهجور تقليده وقد صار أهل الإسلام اليوم على تقليد هؤلاء الأئمة الأربعة. മുസ്ലിമീങ്ങൾ മുഴുവനും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കുക എന്നതിൽ യോജിച്ചിരിക്കുന്നു. അതിൽ മുസ്ലിങ്ങൾക്ക് തർക്കം ഇല്ല. ഇനിയൊരു പുതിയ ഗവേഷണവുമായി ആരെങ്കിലും വന്ന് പൂർവകാലത്തുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതിന് എതിരായ ആശയം പറഞ്ഞാൽ അവനെ വന്ന കാലിന്റെ നേരെ തിരിച്ചയക്കേണ്ടതാണ് എന്നാണ് ഇമാം ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ലോകത്ത് ചരിത്രകാരന്മാർക്ക് തർക്കമില്ലാതെ 4 മദ്ഹബുകൾ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ലോകം ജീവിച്ചു വന്നു. ഈ 4 മദ്ഹബിന് എതിരായി നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി രംഗത്ത് വന്നത് ഐക്യസംഘം എന്ന പേരിലാണ്. കേരളത്തിൽ മതരംഗത്ത് ഒരനൈക്യവും ഇല്ലാത്ത കാലത്ത് ഐക്യസംഘം എന്ന പേരിൽ രംഗത്ത് വന്നു. അത് അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ ആദ്യമായി ചെയ്ത പണി എന്താണ്? ആദ്യമായി ചെയ്ത പണി ഒരു ബാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പലിശ വാങ്ങിയിട്ട് മതപ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു. അതിന് KM മൗലവി സാഹിബ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തെ
പലിശ ഹലാലാക്കി കൊടുക്കുന്ന ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി ഐക്യസംഘക്കാര് ഏൽപ്പിച്ചു. അദ്ദേഹം ഹീലത്തു റിബ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി, പലിശ ഹലാലാക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിന് എതിരായി അൽ അമീൻ പത്രത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ശക്തിയായി ലേഖനങ്ങൾ എഴുതി പോരാടി. അങ്ങനെ ബാങ്കിന് ഷെയർ പിരിച്ച് പലിശ മുതലിൽ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച KM മൗലവി സാഹിബും അതിന്റെ അന്നത്തെ നേതാവായ സീതി, ഈ രണ്ടാളുകളും സ്ഥാപിച്ച ബാങ്കും ഐക്യസംഘവും പൊളിഞ്ഞുപോയി. ഇത് ഞാൻ എഴുതി വെച്ചതല്ല. ഇവിടെ മൊയ്ദ് മൗലവി സാഹിബ്, അദ്ദേഹം മുജാഹിദിന്റെ ആശയക്കാരനാണ്, ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവർക്കതെടുത്ത് കാണിച്ചു കൊടുക്കും. എന്റെ കൂട്ടുകാരൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ മുസ്ലിം ഐക്യസംഘത്തെ സംബന്ധിച്ചും KM മൗലവിയുടെ പലിശ വാങ്ങാനുള്ള ഏർപ്പാടിനെ സംബന്ധിച്ചും ഈ എഴുതിയത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തത്. ആരംഭത്തിൽ അതിൻ്റെ ഉദ്ദേശവും പരിധിയും വളരെ പരിമിതമായിരുന്നുവെങ്കിലും താമസം വിന അതൊരു അഖില കേരള മുസ്ലിം സംഘടനയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായ യാതൊരു പരിപാടിയും അതിനുണ്ടായിരുന്നില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കപ്പെട്ടു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തീരെ നിഷ്കാസനം ചെയ്യാനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുമാണെന്ന പാവനമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് വെളിക്ക് വന്നിട്ടുള്ള പ്രസ്തുത സംഘടന കാലാന്തരത്തിൽ നിരവധി വഴക്കിനും വയ്യാവേലക്കും ഹേതുവായി പരിണമിച്ചു. ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘക്കാർ എത്തിച്ചേർന്നത്. വീണ്ടും വിശദീകരിച്ചിട്ട് മൊയ്ദ് മൗലവി എഴുതുന്നത് നോക്കൂ. ബാങ്ക് സ്ഥാപിച്ച് പലിശ ഏർപ്പാട് നടത്തുന്നത് മതദൃഷ്ട്യാ അനുവദനീയമാണോ എന്ന് കണ്ടുപിടിക്കാൻ ജനാബ് KM മൗലവി തിരൂരങ്ങാടി മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി രംഗത്ത് വന്നത് ഐക്യസംഘം എന്ന പേരിലാണ്. കേരളത്തിൽ മതരംഗത്ത് ഒരനൈക്യവും ഇല്ലാത്ത ആ ചെറുഗ്രന്ഥവും അതിനെ അനുകൂലിച്ച് സീതി സാഹിബ് തന്റെ പത്രാധിപത്യത്തിൽ നടത്തിയിരുന്ന ഐക്യം പത്രത്തിലെഴുതിയ മുഖലേഖനങ്ങളും ബാങ്ക് സ്ഥാപന വേളയിലും മറ്റും ചെയ്ത പ്രസംഗങ്ങളും വലിയ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ഉണ്ടാക്കി തീർത്തു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഐക്യസംഘം തന്നെ പിളരുകയും അങ്ങനെ മുസ്ലിം ലോകത്തിൽ നമ്മുടെ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഈ മുജാഹിദിന്റെ കക്ഷികൾ തന്നെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നായിരുന്നു. ഇമാമിങ്ങളെ സ്വീകരിക്കാത്തവൻ പുരോഹിതനാണ്, ഇമാമുകളെ സ്വീകരിക്കാതിരിക്കുന്നത് പൗരോഹിത്യമാണ് എന്നാണ് ആദ്യകാലത്ത് മുജാഹിദുകൾ തന്നെ പറഞ്ഞത്. ഞാൻ ആദ്യമായി നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു നോട്ടീസ്. എന്താണ് നോട്ടീസ്? നോട്ടീസ് പൗരോഹിത്യത്തിന്റെ പൊളിച്ചെഴുത്ത്. പൗരോഹിത്യത്തിന്റെ പൊള്ളവാദം പൊളിച്ചെഴുതുന്നു. അപ്പൊ പൗരോഹിത്യത്തിന്റെ പൊള്ളവാദം പൊളിച്ചെഴുതുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും സുന്നി പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് എന്ന്. ഒരിക്കലും അല്ല. മുജാഹിദുകളുടെ പഴയകാല പണ്ഡിതന്മാരുടെ പൗരോഹിത്യം മുജാഹിദിന്റെ ചെറുപ്പക്കാർ പൊളിച്ചെഴുതുന്നു എന്നാണ് എഴുതിയത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും, ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. നിങ്ങൾ നോക്കൂ, പൊളിച്ചെഴുത്ത്. ഈ പൊളിച്ചെഴുത്ത് കേട്ടോളൂ. പൗരോഹിത്യം മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷ 2ാം വാള്യം 1297 പേജ് നോക്കിയാണ് വായിക്കുന്നത്. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഇമാമിന്റെ
വാക്കുകളിൽ പോലും കാണപ്പെടാത്ത പല പുതിയ മതവിധികളും സ്വാർത്ഥമതികളായ ചില പണ്ഡിതന്മാർ ഒറ്റക്കായും കൂട്ടായും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം തങ്ങളുടെ ജീവിതമാർഗം നിലനിർത്തുന്നതിനും ജനമധ്യേ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് കള്ളത്തരീക്കത്തുകാരെ പറ്റി പറഞ്ഞതാണ്. വേറൊരു വിഭാഗം കാലത്തിന്റെ ഒഴുക്കനുസരിച്ച് മതസിദ്ധാന്തങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി ജനസമ്മിതിയും കീർത്തിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ, ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ പൗരോഹിത്യത്തിന്റെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് സൂറത്തു തൗബയിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ മുജാഹിദിന്റെ മൗലവിമാര് തന്നെ അവരുടെ പരിഭാഷയിൽ എഴുതി വെക്കുന്നു. അപ്പൊ ഇമാമുകൾ ഒരിമാമും പറയാത്ത ആശയം പറയുന്നത് പൗരോഹിത്യമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞതാണ്. അവരാണ് പുതിയ പൊളിച്ചെഴുത്തുകാർ. ഇനി രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്, ഈ പൊളിച്ചെഴുത്തുകാരുടെ സ്വഭാവം എന്താണ്? അതും മുജാഹിദിന്റെ അൽമനാർ തന്നെ, മുജാഹിദിന്റെ അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ പറയുന്നു. അതിന്റെ 2-ാം വാല്യം 1296 പേജിൽ പറയുന്നു പുരോഹിതന്മാരുടെ സ്വഭാവം. ഏതു പാപങ്ങളും ഏതു അക്രമവും ചെയ്യാം, പള്ളിയിലെ അച്ഛന്മാര് പുറത്തു കൊടുക്കുകയേ വേണ്ടൂ എന്നായി. പാതിരിമാർ കൽപ്പിക്കുന്ന ഏതു നിയമവും മതനിയമമായി തീർന്നു. അങ്ങനെ പലതും. ഇതാണ് പുരോഹിതന്മാരുടെ സ്വഭാവം എന്ന് മുജാഹിദിന്റെ പരിഭാഷയിൽ പറയുന്നു. എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ട് ഇനിയും പറയുന്നത് നോക്കൂ. ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. പുരോഗമനാശയക്കാരെന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ധാർമ്മിക മൂല്യങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിൽ ശബ്ദമുയർത്തുന്ന ചില ആളുകൾ തന്നെയും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടാത്ത പലതിനെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഇക്കാലത്തു കാണാറുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്ർ, ദുആ, സലാത്ത്, ഖുർആൻ പാരായണം, സുന്നത്ത് നോമ്പ് ആദിയായ ആരാധനാ കർമ്മങ്ങൾ ആചരിക്കുന്നത് പോലും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെ പരിഹാസ്യമാക്കി തള്ളുകയും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ പഴഞ്ചന്മാരും സന്യാസികളുമായി ചിത്രീകരിക്കുകയും ചെയ്യുക അവരുടെ പതിവാണ്. ഇങ്ങനെ നമ്മൾ ദിക്റും ദുആയൊക്കെ നടത്തുന്ന ആളുകളെ പഴഞ്ചന്മാരായി ചിത്രീകരിക്കൽ ഈ പുരോഹിതന്മാരുടെ പരിപാടിയാണ് എന്നും മുജാഹിദിന്റെ പരിഭാഷയിൽ തന്നെ പറയുന്നു. അതിന്റെ പുറമെ തെറ്റ് ചെയ്താൽ അവരെ ഏറ്റെടുക്കും, പുറത്തു കൊടുക്കും. അതും പുരോഹിതന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ അവര് പറയുന്നത് തെറ്റ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, മൗലവിമാരായി ഞങ്ങൾ ഏറ്റെടുത്തോളും ആഖിറത്തിൽ നിന്നാണ്. അത് ഞാൻ വെറുതെ പറയുകയല്ല, നോക്കിക്കോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും പ്രസിദ്ധീകരണം അൽ അൻവാർ പബ്ലിക്കേഷൻ, കുനിയിൽ, മലപ്പുറം ജില്ല. ഇതിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മുജാഹിദുകൾ തന്നെ എഴുതുകയാണ്. യാഥാസ്ഥികത്വത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള നിഗൂഢ നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് അന്ധമായ അനുകരണത്തെ പ്രോത്സാഹിപ്പിച്ചും അരക്കിട്ടുറപ്പിച്ചുമുള്ള TP അബ്ദുള്ള കോയ മദനിയുടെ, മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറിയാണത്. TP അബ്ദുള്ള കോയ മദനിയുടെ 23/6/2002 കോഴിക്കോട് സംഘടിപ്പിച്ച കേരള ജമിയത്തുൽ ഉലമാ യോഗത്തിലെ പ്രസംഗം അതിപ്രകാരം കേൾക്കാം. കേട്ടോളൂ. മുജാഹിദിന്റെ സെക്രട്ടറി പറയുകയാണ്, കേട്ടോളൂ. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. പ്രസിഡന്റാ, പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും കേട്ട ഔദ്യോഗിക ഭാരവാഹിയാണ്. ഇനിയിപ്പോ അതിന് മസാലയാക്കണ്ട. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, ഇതിന്റെ മൗലവിമാര് പറയാൻ, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ, റബ്ബേ
ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. എങ്ങനെ തെറ്റ് ചെയ്തിട്ട് നരകത്ത് കിടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, എന്ത് മൗലവിമാരി പറ്റിച്ചതാണ്, അപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തോളൂ എന്നാണ് TP അബ്ദുള്ള കോയ മദനി പറയുന്നത്. തെറ്റായാലും ശരിയായാലും നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം ഇട്ടേക്കുക, നിങ്ങൾ സംഘടനയെ അനുസരിക്കുക. ഇത് മുജാഹിദുകൾ രണ്ടായി പിരിയുമ്പോൾ ഒന്നിച്ചു ചേർന്ന യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗമാണ്. ഇത് മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ മൗലവിമാര് ശരിയായ പൗരോഹിത്യം, തെറ്റ് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ഏറ്റെടുത്തോളും, ഞങ്ങൾ ആഖിറത്തിൽ ഞങ്ങൾ ആയിക്കോളും എന്നാണ് പറയുന്നത്. ഈ പൗരോഹിത്യം സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പൗരോഹിത്യം പൊളിച്ചെഴുതേണ്ടത് തന്നെ അല്ലേ? അത് ഇൻഷാ അല്ലാഹ് നാദാപുരത്ത് വെച്ച് തന്നെ പൊളിച്ചെഴുതും. ഈ പൗരോഹിത്യം അനുവദിക്കുകയില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവര് പറയുന്നു പൊളിച്ചെഴുതിയത് എവിടെയൊക്കെയാണെന്നറിയോ? ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തിയത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത് ഒരു കൊള്ളിക്കാകിന്റെ മസാലയാണ്, അല്ലെങ്കിൽ ഒരു കൊപ്പരയുടെ മസാലയാണ്. അല്ല, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവും നിയന്താവുമായ ലോകസൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഇന്ന് വരെ വിശ്വസിച്ചു വന്ന വിശ്വാസം, നുസമ്മില്ലാഹ ശൈഅൻ ലകൽ അശ്യാ വദാതൻ അൻ ജിഹാത്തിസ് ഇത്തിഖാലി. അല്ലാഹു സ്ഥലകാലതീതനാണ്. അല്ലാഹുവിനെ കുറിച്ച് മേലെയെന്നോ താഴെയെന്നോ ഭൂമിയിലെന്നോ ആകാശത്തിലെന്നോ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നുവെന്നോ അല്ലാഹ് ഒന്നും വിശ്വസിക്കാനും പറയാനും പാടില്ല. അല്ലാഹുവിന് മേൽഭാഗം, താഴ്ഭാഗം, പിൻഭാഗം, മുൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം, ഇങ്ങനെ ഭാഗങ്ങളില്ല. അവൻ പൂർണ്ണമായും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യമായി ഒരാളും ഇല്ല. അവൻ സർവ്വ സൃഷ്ടികളിലും വ്യത്യസ്തമാണ്. അതേ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് എന്ത് തന്നെ മനസ്സിൽ ഉദിച്ചു വന്നാലും കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു സുബ്ഹാനഹു വതആല അലാ ഖിലാഫി ദാലിക. നിങ്ങളെ മനസ്സിൽ ഉദിക്കുന്നത് പോലെ ഒന്നുമല്ല അല്ലാഹു തആല. അവൻ പൂർണ്ണമായി സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇത് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചതാണ്, മുജാഹിദും പഠിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിപ്പൊളിച്ച് എഴുതി. അല്ലാഹു ആകാശത്തിൽ അർശിന്റെ മുകളിൽ ഉപവിഷ്ടനാണ്. പടച്ചവന് കൈകാലുകളെന്ന അവയവങ്ങളുണ്ട്. പടച്ചവൻ രാത്രിയിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പടച്ചവനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയത് മുജാഹിദുകൾ തന്നെ. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പൊളിച്ചെഴുതിയതാണ്. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നു, ശ്രദ്ധിക്കുക. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ 1-ാം വാള്യത്തിൽ അതാ അമാനി മൗലവി തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ആ പരിഭാഷയിൽ അമാനി മൗലവി തന്നെ പഴയ കാലത്ത് എഴുതി വെക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയും പോലെ ഏതെങ്കിലും ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. അതിനാൽ അവന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായെങ്കിലേ അവന്റെ ആഭിമുഖ്യവും ശ്രദ്ധയും അതിലുണ്ടാവുകയുള്ളൂ എന്നില്ല. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല എന്ന് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ 1-ാം വാള്യം 233-ാമത്തെ പേജിൽ പറയും. ഇനി അദ്ദേഹം തന്നെ ഖുർആൻ പരിഭാഷയിൽ വേറൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് വന്ന
ആയത്തുകൾ, ഹദീസുകൾ, അതിൽ ചിലത് അതിന്റെ പ്രകടമായ അർത്ഥം, ബാഹ്യമായ അർത്ഥം വിശ്വസിച്ച് അങ്ങനെയാണ് അല്ലാഹു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ചില വാചകങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിരിക്കും യൻസിലു റബ്ബുനാ തബാറക വ തആല. അതിന്റെ ബാഹ്യാർത്ഥം അല്ലാഹു ഇറങ്ങും എന്നാണ്. ഇറങ്ങുക എന്നത് പറഞ്ഞാൽ മേലെ നിന്ന് താഴോട്ടേക്ക് വരലല്ലേ, അത് അല്ലാഹുവിനുണ്ടാവുകയില്ലെന്ന് ഉറപ്പാണ്. ഇതുപോലെ യദുല്ലാഹി, യമീനുല്ലാഹി ഇങ്ങനെയൊക്കെ കാണും. എന്നാൽ അതും അല്ലാഹുവിന് കൈ എന്ന അവയവം ഉണ്ടാവുകയില്ല എന്നുറപ്പാണ്. ഇതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലെ ഒരായത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരായത്തിൽ അല്ലാഹു തആല ഫിസ് സമാവാതി ആകാശത്തിലും വഫിൽ അർളി ഭൂമിയിലും എന്ന് വരുന്നതിൽക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഐനമാ വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായാലും അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട് എന്ന് ബാഹ്യാർത്ഥം വരുന്ന ആയത്തുണ്ട്. അതുപോലെ ഹദീസിൽ നിങ്ങൾ ഖിബലയിലേക്ക് തുപ്പരുത്, ഖിബലയുടെയും നിങ്ങളുടെയും ഇടക്ക് അല്ലാഹു ഉണ്ട് എന്നർത്ഥം വരുന്ന വാചകം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഹദീസ് നോക്കുമ്പോ എന്റെയും നമ്മളെയും മുന്നിൽ ഒരു ഹദീസ് നോക്കുമ്പോ, വേറൊന്ന് നോക്കുമ്പോ അല്ലാഹ് അങ്ങ് ആകാശത്തിൽ, വേറൊന്ന് നോക്കുമ്പോ അല്ലാഹ് ഇറങ്ങുന്നു, വേറെ നോക്കുമ്പോ എല്ലാ സ്ഥലത്തും അല്ലാഹുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അല്ലാഹുവിനെ സംബന്ധിച്ച്? ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്ന വാചകത്തിന്റെ ബാഹ്യാർത്ഥങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞു, അത്തരം ആയത്തുകളുടെ ബാഹ്യാർത്ഥ പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കരുത്. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുക: അല്ലാഹുവിന് സ്ഥലമില്ല, അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹുവിന് ശരീരമില്ല, അല്ലാഹുവിന് ഭാഗങ്ങളില്ല എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ഇത്തരം ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും പറയേണ്ട, നമുക്ക് അതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞാൽ മതി, അതിന്റെ ഉദ്ദേശം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ വിവരിച്ചത്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു അതിന് അല്ലാഹുവിനോട് അനുയോജ്യമായ വ്യാഖ്യാനം വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൈ എന്ന് ബാഹ്യമായ അർത്ഥം വരുന്ന ആയത്തിനും ഹദീസിനും അല്ലാഹുവിന്റെ ശക്തി എന്നർത്ഥം പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അത് അയാളെ കൈവശത്തിലാണ്, അയാളെ കൈയിനുള്ളിലാണ് എന്നല്ലല്ലോ, അയാളെ അധികാരത്തിലാണ്. അപ്പൊ അധികാരം, അതുപോലെ അതിൻ്റെ ഉള്ളിൽ അയാളെ കൈയുണ്ട് എന്ന് പറയാറുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നാണ്. അയാൾ വലിയ കൈയുള്ള ആളാണെന്ന് പറയാറുണ്ട്. അതിനർത്ഥം ഇതാണ്. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത് മേലെ എന്നുള്ള ഓർഡറാണ്, താഴെയുള്ള ഉദ്യോഗസ്ഥൻ പറയാൻ. വാസ്തവത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് മേലെ റൂമിലാണ്. അപ്പൊ മേലെ എന്നുള്ള ഓർഡറാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ചോടേ റൂമിൽ DIG ഇരിക്കുന്നു, മേലെ റൂമിൽ പിന്നെ SI ഇരിക്കുന്നു. SI മേലെ റൂം എന്നാ പറയുന്നത്, എന്താ പറയുന്നത്? മേലെ എന്നുള്ള ഓർഡറാണ്, എന്നാ DIGന്റെ ഓർഡറാണ്. അപ്പൊ അതിനർത്ഥം DIG മേലെ റൂമിലാണ് എന്നല്ല. ഇതുപോലെ നമുക്ക് തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയുന്ന സംഗതികൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് വന്ന വാചകങ്ങൾ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ. ഈ രണ്ട് നിലക്കാണ് ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കുക. ഇത് മൗലവിയും പറയുന്നു. നോക്കിക്കോളൂ, കേരള നേതൃത്വ മുജാഹിദിന്റെ പരിഭാഷയിൽ മൗലവിയും ഇതേ കാര്യം തന്നെ പറയുന്നു. അല്ലാഹുവിന്റെ മുഖം വജ്ഹുല്ലാഹി, അല്ലാഹുവിന്റെ കൈ യദുല്ലാഹി എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ പ്രയോഗിച്ച് കാണുമ്പോൾ അതിനൊന്നും സ്വന്തം വകയായി വ്യാഖ്യാനങ്ങൾ നൽകാതെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറയലാണ് മുൻഗാമികളായ മഹാന്മാരുടെ പതിവ്. അവരതിൽ വിശ്വസിക്കുകയും യാഥാർത്ഥ്യം അല്ലാഹുവിനറിയാമെന്ന് വെച്ച് വിട്ടേക്കുകയും ചെയ്യും. പിൻഗാമികളിൽ പലരും സന്ദർഭത്തിനൊത്ത് അവർക്ക് ചില വ്യാഖ്യാനം നൽകുകയാണ് പതിവ്. രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം അല്ലാഹുവിന് സൃഷ്ടികളോട് വല്ല വിധത്തിലും സാമ്യത തോന്നിപ്പിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതത്രേ. കൂടുതൽ സുരക്ഷിതമായ മാർഗം മുൻഗാമികളുടേതാണ് താനും. ബാഹ്യാർത്ഥം നോക്കുമ്പോൾ സൃഷ്ടിഗുണങ്ങളോട് സാമ്യത തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങളുടെയും നബി വചനങ്ങളുടെയും ശൈലിയും സന്ദർഭവും പരിശോധിച്ചാൽ തന്നെ ഒരു പക്ഷേ വാക്കുരൂപത്തിൽ നിർവചിക്കുവാൻ വിഷമമുണ്ടാകാമെങ്കിൽ പോലും അവയുടെ സാരം ഇന്നതാണെന്ന് ഏറെക്കുറെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥിതി അനുസരിച്ച് മനസ്സിലാക്കാവുന്നതുമായിരിക്കും. ഇങ്ങനെയാണ് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ നേരത്തെ എഴുതിയത്. എന്നാൽ ഇപ്പോൾ മൗലവിമാരത് പൊളിച്ചെഴുതി. ഇപ്പൊ മൗലവിമാരെന്താ പറയുന്നത്? അങ്ങനെ നമ്മക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് വിട്ടാലൊന്നും പറ്റൂല,
അതുപോലെ അങ്ങനെ അള്ളാഹിനോട് യോജിച്ച വ്യാഖ്യാനം കൊടുത്താലും പറ്റൂല. പിന്നെന്താ വേണ്ടത്? പടച്ചവൻ അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ്, പടച്ചവൻ ആകാശത്തിലാണ്, പടച്ചവന് സ്ഥലം ഉണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് പടച്ചവനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ, എന്നാലേ മുസ്ലിം ആവുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നോക്കിക്കോളൂ, 2005 ഏപ്രിൽ അൽമനാറ്, 2005 ഏപ്രിൽ മാസത്തെ അൽമനാറ്. ഈ അൽമനാറിൽ നിങ്ങൾക്ക് കാണാം, നേരത്തെ മൗലവിമാർ, വലിയ മൗലവിമാർ പറഞ്ഞത് പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ മൗലവിമാർ ഇപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ്. അപ്പൊ അള്ളാഹു അവന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. നേരത്തെ മൗലവി പറഞ്ഞതോ പ്രത്യേകം ഒരു സ്ഥലത്ത് അല്ല, അത് മാറ്റി പടച്ചവനെ പറ്റി പൊളിച്ചെഴുതി. അതെ, അള്ളാഹു ഒരു സ്ഥലത്ത് ഉപവിഷ്ടനാണ് എന്നാക്കി. പിന്നെയോ, പിന്നെ ഇതിൽ പറയുന്നു, കണ്ടോളൂ ഹെഡിങ്, അള്ളാഹു എവിടെ, ഒരു ഹെഡിങ്. ഇതിനെ സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞത് പുതിയാപ്പള്ള കാണാനിട്ട് അമ്മോച്ചൻ പരിചയം കൊടുത്ത പോലെ ഉണ്ട്. അള്ളാഹു എവിടെ? എന്നിട്ടോ ഇതിൽ പറയാണ് അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. പിന്നെ അതിന്റെ ശേഷം അള്ളാഹു ആകാശത്തിൽ, അള്ളാഹു ആകാശത്താണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വാദം. ആദ്യം മൗലവിമാര് അവരെ ഖുർആനിലൊക്കെ എഴുതിയത് ഈ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ പോലെയുള്ള ആയത്തുകൾക്ക് അർത്ഥം നമുക്കതിന്റെ പൊരുൾ അറിയില്ല. അതിന്റെ ബാഹ്യാർത്ഥം നമുക്കറിയാം, പക്ഷേ അതനുസരിച്ച് വിശ്വസിക്കാനും പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അതനുസരിച്ച് വിശ്വസിക്കാൻ പാടില്ല. കാരണം ബാഹ്യാർത്ഥ പ്രകാരം വേറെയും പല ആയത്തുകളും ഉണ്ട്, അത് വ്യാഖ്യാനിച്ചേ പറ്റൂ. ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്, ഇപ്പൊ അത് മാറ്റി. ഇനി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് കഴിഞ്ഞില്ല. മൗലവിമാര് ഇപ്പൊ പറയുന്ന വ്യാഖ്യാനം അത് പാടേ ഇല്ലാന്ന് കേട്ടോളൂ. അൽമനാറ് 2004 ജൂലൈ 2004 ജൂലൈയിലെ അൽമനാറിൽ പറയുന്നു 33-ാം പേജിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല. കേട്ടോളൂ, അള്ളാഹുവും അവന്റെ ദൂതനും അള്ളാഹുവിനെ കുറിച്ച് എന്തു പറഞ്ഞു തന്നുവോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടത്. അതിന്റെ ബാഹ്യാർത്ഥം വിട്ട് അതിന്റെ പൊരുൾ തേടി പോവാനോ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനോ പാടുള്ളതല്ല. വ്യാഖ്യാനിക്കാനേ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം. എന്നാൽ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഇവർ വ്യാഖ്യാനിക്കേണ്ടി വന്നു. എവിടെ? ഒരായത്തിൽ. അതും ഞാൻ അൽമനാർ തന്നെ വായിക്കുന്നു. വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനിക്കുന്നതാ ഇനി വായിച്ചു കേൾപ്പിക്കുന്നത്. കേട്ടോളൂ, അള്ളാഹു പറയുന്നു വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഹദീദ് സൂറത്ത് 4-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോളെ മുജാഹിദീങ്ങൾ. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇപ്രകാരമാകുന്നു. ഇതുവരെ പറഞ്ഞ വ്യാഖ്യാനം പാടില്ല. ഇപ്പൊ പറയുന്നത് ഐനമാക്കുന്ന ആയത്ത് കിട്ടി വന്നപ്പോ നിങ്ങൾ എവിടെയുണ്ടോ അവിടെ അള്ളയുണ്ട് എന്ന് ബാഹ്യാർത്ഥം വരുന്ന ആയത്ത് വന്നപ്പോ വ്യാഖ്യാനിക്കാതെ നിവൃത്തിയില്ല മൗലവിമാർക്ക്. ഇപ്പൊ മൗലവിമാർ തോറ്റിട്ട് വ്യാഖ്യാനം എഴുതുകയാണ്. കേട്ടോളൂ, എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇപ്രകാരമാകുന്നു. അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ കാണുന്നു. എല്ലാവരും അവന്റെ കാഴ്ചക്കും കേൾവിക്കും അറിവിനും വിധേയമാണ്. തഫ്സീർ ഇബ്നു കസീർ. അപ്പൊ നിങ്ങൾ എവിടെയായാലും അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എവിടെയായാലും അള്ളാഹു നിങ്ങളെ വീക്ഷിക്കുന്നു, നിങ്ങളെ കാണുന്നു എന്ന് വ്യാഖ്യാനം. വ്യാഖ്യാനം പാടില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്, വ്യാഖ്യാനിച്ചിട്ടാ പിന്നെ അവസാനം പോയി നിർത്തിയത്. കാരണം വ്യാഖ്യാനിക്കാതെ ഖുർആനിലെ ആയത്തുകൾ മുഴുവനും സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല, ഹദീസുകൾ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ഇമാമിയങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലേക്ക് പോയത്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാ ബഹുമാനപ്പെട്ട ഒരു വെളിയങ്കോട് നിന്ന് നഫായിസ് ദുറർ ഉണ്ടാക്കിയപ്പോ അന്ന് തന്നെ പറഞ്ഞില്ലേ, റബ്ബുൻ അലൽ അർശി ഇസ്തവാ വകദാ ദുകിർ മുതശാബിഹാത്തുൻ ഫിൽ കിതാബി വഫിൽ ഖബർ. റബ്ബുൻ അലൽ അർശി ഇസ്തവാ, അർറഹ്മാനു അലൽ അർശി ഇസ്തവാ തുടങ്ങിയ ആയത്തുകളുണ്ട്. മുതശാബിഹാത്തുൻ, അത് മുതശാബിഹായ ആയത്തുകളാണ്.
ഫിൽ കിതാബി വഫിൽ ഖബർ, അത് ഖുർആനിലുമുണ്ട് ഹദീസിലുമുണ്ട് മുത്തശാബിഹുകൾ. മുത്തശാബിഹിന്റെ സ്വഭാവം എന്താണ്? അലിഫ് ലാം മീം, അതിന്റെ പൊരുൾ നമുക്കറിയില്ല. ഇതുപോലെ മുത്തശാബിഹ്. എന്നാൽ ചിലർ അതിനോട് അനുയോജ്യമായ വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അനുയോജ്യമായ വ്യാഖ്യാനം പറയാം. ഇത് തന്നെ അല്ലാഹു യൻസിലു ഫിസ് സമാ വഖ്തസ് സഹർ വകദാ യമീനുല്ലാഹി ഹാദാ കൽ ഹജർ. മർഖാദി റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹു യൻസിലു ഫിസ് സമാ, നേരെ ബാഹ്യാർത്ഥം എന്താണ്? അല്ലാഹ് ആകാശത്തിൽ ഇറങ്ങും എന്നാണ്. വഖ്തസ് സഹർ, പാതിരാ സമയത്ത്. വകദാ യമീനുല്ലാഹി ഹാദാ കൽ ഹജർ, ഇതുപോലെ അല്ലാഹുവിന്റെ കഅബ ശരീഫിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല് അത് അല്ലാഹുവിന്റെ വലം കൈയാണ് എന്നർത്ഥം വരുന്ന വാചകമുണ്ട്. മഹാനവറുകൾ മുർക്കാദി റഹിമഹുല്ലാഹ് വിവരിക്കുകയാണ്, മിമ്മാ തആലല്ലാഹു അൻ മഅനൽ ലഹർ മിൻ ഇത്തിഫാഖൻ ഗൈറു മല്ലാ യുഅ്തബർ. ഇതിന് ലാഹിറായ മഅന, ഇതിന് പ്രകടമായ അർത്ഥം, അത് അല്ലാഹു തആല അതിൽ നിന്ന് ഉന്നതനാണ്. ഇതിന്റെ പ്രകടമായ അർത്ഥപ്രകാരം വിശ്വസിക്കാൻ പാടില്ല. മിൻ ഇത്തിഫാഖൻ ഗൈറു മല്ലാ യുഅ്തബർ, അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അവഗണിക്കപ്പെടേണ്ടുന്ന ചില ആളുകൾ എന്തെങ്കിലും പറഞ്ഞെന്നല്ലാതെ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഫബിമിസ്ലിഹാ മിൻ ആയത്തിൻ ഔ മിൻ ഖബർ ഈമാനുനാ ഹത്മുൻ ലദാ കുല്ലിൽ ഖബർ. അതേ സമയത്ത് ഈ ആയത്തുണ്ട്, ആയത്തിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു. ഹദീസുണ്ട്, ഹദീസിൽ പറഞ്ഞത് വിശ്വസിച്ചു. പക്ഷേ പറഞ്ഞതിന്റെ പൊരുൾ നമുക്കറിയില്ല, അതിന്റെ ഉദ്ദേശം അറിയില്ല. വനുഫവ്വിദുൽ മഅനാ ഇലാ റബ്ബിൽ ബശർ ഹാദാ ലദാ സലമ ഖലഫുൻ ദക്കർ. വനുഫവ്വിദുൽ മഅനാ, അതിന്റെ മഅന നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഇലാ റബ്ബിൽ ബശർ, മനുഷ്യന്റെ റബ്ബായ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമുക്കതിന്റെ മഅന അറിയില്ല. ഹാദാ ലദാ സലഫ ഇത് സാലിഹീങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ്. എന്നാൽ പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ, റാഫിദിയ്യാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ ഇറങ്ങിയിട്ട് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ചപ്പോൾ, അല്ലാഹ് സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചപ്പോൾ, അള്ളാഹു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു എന്ന് വാദിച്ചപ്പോൾ, അത് വാദിച്ച പുത്തൻവാദികളെ പേരാണ് റാഫിദിയ്യാക്കൾ. അത് ഇമാം അശ്അരി മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ആ പുത്തൻവാദികൾ ഇറങ്ങിയപ്പോ നമ്മളെ ഇമാമിങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു. എന്തേ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തേ കല്ലിൽ പോകുന്ന പേര് മണ്ണിൽ പോയിക്കൂടെ? അല്ലാഹു തആല ഒരു സിംഹാസനത്തിൽ ഇരുന്നു എന്നർത്ഥം പറയുന്നതിന് പകരം അല്ലാഹു തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് പറഞ്ഞാൽ അല്ലാഹ് അധികാരസ്ഥനായി എന്നർത്ഥം പറഞ്ഞുകൂടെ? നമ്മൾ സാധാരണ പറയാറില്ലേ, അയാൾക്ക് ഇപ്പോഴാ കസേര കിട്ടിയത്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, അയാളെ കസേര തെറിച്ചു പോകുന്ന പേടിയാണ്. അതേ, കസേര നിലനിർത്താനുള്ള പരിപാടിയാണ്. സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുക എന്നർത്ഥം പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറില്ലേ, അധികാരം എന്ന അർത്ഥത്തിൽ കസേര കണ്ടിട്ട് കളിക്കുകയാണ്, കസേര കിട്ടാൻ വേണ്ടിയാണ്, കസേര എന്ന് തെറിച്ചു പോകുന്നതിനാണെന്നൊക്കെ പറയാറില്ലേ. ഇരിക്കുന്നത് ബെഞ്ചുമ്മലാണെങ്കിലും പറയലങ്ങനെ തന്നെയല്ലേ? ഇതുപോലെ അല്ലാഹു തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്ന് ബാഹ്യാർത്ഥം വരുന്ന വാചകത്തിന്റെ അർത്ഥം അല്ലാഹ് അധികാരസ്ഥനാണ് എന്നാകുന്നു എന്ന് പണ്ഡിതന്മാര് വ്യാഖ്യാനം പറഞ്ഞു. ഇതാണ് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വിവരിച്ചത്. ഫിഹാ ഫതവീലുൻ അലാ മാ യുഅ്തബർ കൽ ഖഹരി ഫീ ദിൽ ഇസ്തിവാ വഹലും മജർ. ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരന്മാർ ചിന്തിക്കണം, ഇമാം നവവി പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാറക വതആല ഫീ കുല്ലി ലൈലത്തിൻ ഹീന യബ്ഖാ മിൻ സുലുസിൽ ലൈലിൽ ആഖിർ يقول من يدعو فاستجيب له من يسألني فأعطيه من يستغفرني فاغفر له رواه البخاري ومسلم. മുജാഹിദിന്റെ സ്റ്റേജുകളായ സ്റ്റേജുകളിലൊക്കെ ഇപ്പൊ നിങ്ങൾ കേൾക്കാറില്ലേ, അല്ലാഹ് ഇറങ്ങുന്നു ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടോ ഹദീസ്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, وفي هذا الحديث وشبهه من أحاديث الصفات وآياتها مذهبان مشهوران. ഇത്തരം ഹദീസുകളിലും ആയത്തുകളിലും രണ്ട് മദ്ഹബാണ് പണ്ഡിതന്മാർക്ക്. ഒന്ന് തഅവീലുഹു അലാ മാ യലീഖു ബിസിഫാത്തില്ലാഹി സുബ്ഹാനഹു വതആല വതൻസീഹുഹു അനിൽ ഇന്തിഖാലി വസായിരി സിഫാത്തിൽ മുഹദ്ദസി. അതേ,
അല്ലാഹുവിന് സൃഷ്ടികൾക്കുള്ള സവിശേഷതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് അല്ലാഹുവിനെ പരിശുദ്ധമാക്കുന്ന നിലക്കും അല്ലാഹ് നീങ്ങുന്നില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന നിലക്കും ഈ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കലാണ് ഒരു മദ്ഹബ്. വഹാദാ ഹുവൽ അശ്ഹറു ഇൻദൽ മുതകല്ലിമീന. അഖീദ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ്. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം, അൽ ഇംസാകു അൻ തഅ്വീലിഹാ, അതിന് ഒരു വ്യാഖ്യാനവും പറയാതിരിക്കലാണ്. മഅഇതിഖാദി തൻസീഹില്ലാഹി സുബ്ഹാനഹു വ സിഫാത്തിൽ മുഹദ്ദസി, സൃഷ്ടികൾക്കുള്ള ഒരു വിശേഷണവും അല്ലാഹുവിന് ഇല്ല എന്ന പരിശുദ്ധതയെ വിശ്വസിക്കലോടുകൂടെ ലിഖൗലിഹി തആല, അങ്ങനെ വിശ്വസിക്കാൻ കാരണം അല്ലാഹ് പറഞ്ഞതുകൊണ്ടാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹനെ പോലെ ഒരാളും ഇല്ലെന്നും ഒരു വസ്തുവില്ലെന്നും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വഹാദാ മദ്ഹബുസ് സലഫി, ഇതാണ് പൂർവകാല പണ്ഡിതന്മാരുടെ മദ്ഹബ്. വജമാഅത്തിൻ മിനൽ മുതകല്ലിമീന, അഖീദ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും ഇതേ അഭിപ്രായക്കാരനാണ്. വഹാസിലുഹു, അതിന്റെ ആകത്തുക അൻയുഖാല, പറയപ്പെടലാണ്. ലാ നഅലമുൽ മുറാദ ബിഹാദാ, ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള ഉദ്ദേശം നമുക്കറിയില്ല. വലാകിൻ നുഅ്മിനു ബിഹി, പക്ഷേ ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മഅഇതിഖാദിന, നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടെ അന്ന ളാഹിറഹു ഗൈറു മുറാദിൻ, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, അതിന്റെ പ്രകടമായ അർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബില്ലാഹി തആല, അതിന് അല്ലാഹുവോട് യോജിച്ച ഒരു അർത്ഥം ഉണ്ട്, അത് നമുക്കറിയില്ല എന്ന് പറയലാണ് സലഫിന്റെ മാർഗമെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിന്റെ 3-ാം വാല്യം 382-ാമത്തെ പേജിലും രേഖപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് മുമ്പ് കാലത്ത് മുജാഹിദുകളും പറഞ്ഞത്. സഹോദരന്മാരെ, പക്ഷേ വേറെ ചില ബലപ്രയോഗമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന KNM പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹു ആകാശത്തിലാണെന്നും അവൻ അർശിൽ ഇരിക്കുകയാണെന്നുമുള്ള ളാഹിരിയാക്കളുടെയും ഹംബലിയാക്കളുടെയും തെറ്റാണ്, അത് അവരെ വെച്ച് കിട്ടിയതാണ് ഹംബലിയാക്കളുടെ പേരിൽ. ഹംബലിയാക്കളുടെയും അഭിപ്രായവും അല്ലാഹു ഒരു സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്ന് അവൻ പരിശുദ്ധനാണെന്നുള്ള ജഹ്മിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും അഹ്ലുസ് സുന്നത്താണെന്ന് പറയുന്ന അശ്അരിയാക്കൾ, മാതുരിദിയാക്കൾ മുതലായവരുടെയും അഭിപ്രായവും ഇവ രണ്ടും ശരീഅത്തിന്റെ അതിനപ്പുറമുള്ളതാണെന്നുള്ളതിൽ സമമാണ്. അല്ലാഹുവിന് ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട് എന്നുള്ള മുജസ്സിമിയാക്കളുടെ അഭിപ്രായവും അവൻ ശരീരമുള്ളവനല്ല, ജൗഹറല്ല, അറവല്ല, ആകൃതിയുള്ളവനല്ല, രൂപമുള്ളവനല്ല എന്നുള്ള മുഅ്തസിലിയാക്കളുടെയും അശ്അരിയാക്കളുടെയും മാതുരിദിയാക്കളുടെയും അഭിപ്രായവും കിതാബിലും സുന്നത്തിലും വ്യക്തമായ തെളിവില്ലാത്തതാകുന്നു. നമ്മളെയും അവർ തള്ളിയിട്ടുണ്ടെങ്കിലും അവർ അള്ളാഹ് കൈയുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്, മുഖമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്, കാലുണ്ടെന്ന വാദം, ശരീരമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്. അള്ളാഹ് അർശിന്റെ മുകളിലാണെന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണ് എന്ന് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത് പൊളിച്ചെഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 1990 ജനുവരിയിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്ന ആ ആശയം 2004 ആകുമ്പോഴേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹ് ഒരു സ്ഥലത്ത് പ്രത്യേകം ഇരിക്കുകയാണ്, പാതിരക്ക് ഇറങ്ങി വരികയാണ്, പോവുകയാണ്, വരികയാണ്. ഇതാണ് പൊളിച്ചെഴുത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൗരോഹിത്യം പൊളിച്ചെഴുതുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ പൊളിച്ചെഴുതിയത്. അവരുടെ മുൻഗാമികളായ മൗലവിമാർ എഴുതി വെച്ചത് പൊളിച്ചെഴുതുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആലാക്ക് അവയവങ്ങളുണ്ട്, ശരീരമുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരെ പറ്റി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരെ പറ്റി പറയുന്ന വാചകം കണ്ടോ? ഫൈൻ ഖതറ ബിബാലിഹി, ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ അന്നല്ലാഹ ജിസ്മുൻ മുറക്കബുൻ, അല്ലാഹു മിൻ അദാഇൻ, കുറെ അവയവങ്ങളാലുള്ള ഒരു തടിയാണ് അല്ലാഹു എന്ന് വല്ലവന്റെയും മനസ്സിൽ വന്നാൽ ഫഹുവ ആബിദു സനമിൻ, അവൻ ബിംബാരാധകനാണ് കേട്ടോ.
ഫഇന്ന കുല്ല ജിസ്മിൻ ഫഹുവ മഖ്ലൂഖുൻ, എന്തുകൊണ്ട് ഏത് ശരീരവും സൃഷ്ടിയാണ്. വഇബാദത്തുൽ മഖ്ലൂഖി കുഫ്റുൻ, സൃഷ്ടിയെ ഇബാദത്തെടുക്കൽ കുഫ്റാണ്. വഇബാദത്തുസ് സനമി കാനത്ത് കുഫ്റൻ, വിഗ്രഹാരാധന കുഫ്റായി. ലിഅന്നഹു മഖ്ലൂഖുൻ, വിഗ്രഹം സൃഷ്ടിയായതുകൊണ്ടാണ്. വകാന മഖ്ലൂഖൻ, എന്തുകൊണ്ടാണ് വിഗ്രഹം സൃഷ്ടിയായത്. ലിഅന്നഹു ജിസ്മുൻ, അതൊരു ശരീരമായതുകൊണ്ടാണ്. ഫമൻ അബദ ജിസ്മൻ, അപ്പോൾ ഒരു ശരീരത്തെ വല്ലവനും ഇബാദത്തെടുത്താൽ ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ അയിമ്മത്തി സലഫി മിൻഹും വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാതെ ഒരു തടിയെ ഇബാദത്തെടുക്കുന്നവൻ കാഫിറാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം എന്ന കിതാബിൽ അതാ അതിന്റെ 55-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തമാശയല്ല, ഇത് കൊള്ളിക്കേക്കിന്റെ കച്ചവടമല്ല, ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അതാ മുഹമ്മദ് അമാനി മൗലവിയും അതേ KM മൗലവിയും അതുപോലെ വക്കം മൗലവിയും ഒക്കെ അല്ലാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കരുത്. അല്ലാഹ് കയ്യും കാലും കണ്ണും മൂക്കുമുണ്ടെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ മൗലവിമാര് അത് പൊളിച്ചെഴുതിയിട്ട് പടച്ചവൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, അർശിന്റെ മുകളിൽ ഉപവിഷ്ടനായി ഇരിക്കുന്നു, പടച്ചവൻ കയറുന്നു ഇറങ്ങുന്നു, കയ്യും കാലുമുണ്ടെന്നൊക്കെ അല്ലേ പരസ്യമായി എഴുതി വെക്കുന്നത്. ഈ പൊളിച്ചെഴുത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ പൊളിച്ചെഴുത്ത് നിങ്ങൾ അംഗീകരിച്ചിട്ട് നിങ്ങളെ ഈമാൻ തെറ്റിപ്പോയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ കുഫറിലേക്ക് നീങ്ങിപ്പോയാൽ പാരത്രിക ലോകത്ത് വെച്ച് യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ ഇയാളെ കൂടെ നടന്നില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് ആഖിറത്തിൽ വെച്ച് കൈകടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മൗലവിമാര് പറയുന്നത് നിങ്ങളത് നോക്കണ്ട, ആഖിറത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തോളും, നിങ്ങൾ നരകത്ത് കിടക്കും അല്ലാഹുവിനോട് പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളെ മൗലവിമാര് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇത് ഏറ്റെടുത്തോളും എന്നാണ് മൗലവിമാര് പറയുന്നത്. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ മുജാഹിദ് രണ്ടായി പിളർന്നതെന്ന് കൂടി എന്റെ മുസ്ലിമീകളെ ഞാൻ ഉണർത്തുകയാണ്. കാരണം മടവൂര് പക്ഷത്തിന്റെ ആളുകളാണ് ഇത് ചോദ്യം ചെയ്തത്. അപ്പൊ മടവൂര് പക്ഷത്തിന്റെ ആളുകൾ ചോദ്യം ചെയ്തപ്പോ മൗലവിമാര് പറഞ്ഞതാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനം അങ്ങ് വിശ്വസിച്ചാൽ മതി. അതെന്തേ കാരണം എന്നറിയോ ഈ തർക്കം വരാൻ? ഈ പാവപ്പെട്ട ഞാൻ വാഴക്കാട് വെച്ച് 8 ഗണ്ണന പ്രസംഗങ്ങൾ, 8ഓ 9ഓ എനിക്കിപ്പോ കൃത്യമായി ഓർമ്മയില്ല, 9ഓ ഗണ്ണന പ്രസംഗം ഈ വിഷയത്തിൽ നടത്തി. മലപ്പുറം ജില്ലയിലെ ലക്ഷങ്ങൾ വന്നത് പ്രസംഗം കേട്ടു. അവിടെ ഞാൻ ഇതിന്റെ തെളിവുകളൊക്കെ വ്യക്തമായി അങ്ങ് പറഞ്ഞു. അപ്പോ അബ്ദുറഹ്മാൻ സലഫി എന്ന സെക്രട്ടറി മൗലവി, മുജാഹിദിന്റെ മൗലവി പറഞ്ഞു, മൗലവി മുസ്ലിയാരെ, നിങ്ങൾ റാസി ഇമാമിന്റെ കിതാബാണ് ഉദ്ധരിക്കുന്നത്, ഗസ്സാലി ഇമാമിനെയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം റാസിയും ഗസ്സാലിയും ഒക്കെ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം മുജാഹിദായിട്ടാണ് മരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഒരു തെളിവ്? അപ്പൊ പറഞ്ഞു, ഇമാം റാസിക്ക് അഖ്സാമുൽ ലദാത്ത് എന്നൊരു കിതാബുണ്ട്, ആ കിതാബിൽ ഇമാം റാസി പറയുന്നുണ്ട്, എന്റെ തഫ്സീറിൽ എഴുതിയതൊക്കെ അബദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അഖ്സാമുൽ ലദാത്ത് ഒന്ന് കാണിച്ചു തരുമോ? അപ്പോഴാണ് മൗലവി കാണിച്ചു തരുന്നില്ല. വാഴക്കാട് നിങ്ങൾ അന്വേഷിച്ചോ, ബഷീർ മാഷ പോലെയുള്ള അവിടെയുള്ള പ്രവർത്തകരോട് ചോദിച്ചോ. ബഷീർ മാഷ് അടക്കമുള്ളവർ മൗലവിയുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അതിന്റെ അടുത്ത് അരീക്കോട് ഭാഗത്താണ്. മൗലവിയോട് പറഞ്ഞു, അഖ്സാമുൽ ലദാത്ത് ഒന്ന് കാണണം. അപ്പൊ മൗലവി പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മൗലവിയോട് കുട്ടികൾ വെച്ചു, പിന്നെന്തേ നിങ്ങൾ സ്റ്റേജും എന്ന് പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനത് ബയാനു തൽബീസിൽ ജഹമിയ്യ എന്ന ഇബ്നു തൈമിയ്യന്റെ കിതാബിലാണുള്ളത്. അപ്പൊ കുട്ടികൾ ചോദിച്ചെന്നാ അതൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ മൗലവി പറഞ്ഞു, അതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ? അത് എന്റെ ഡയറിയിൽ കുറിച്ചെടുത്തതാണ്, വേറൊരു മൗലവി കുറിച്ചു കൊടുത്തതാണ്. ഓ സഹോദരന്മാരെ, ഈ ബയാനു തൽബീസിൽ ജഹമിയ്യ എന്ന ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. കുറ്റ്യാടിയിൽ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുറ്റ്യാടിയിൽ അത് സൂക്ഷിച്ചത് എങ്ങനെയാണെന്നറിയോ?
ഞാൻ ഒരു മുജാഹിദായ മൗലവിയോട് തന്നെ വാങ്ങിയതാണ്. പക്ഷെ അപ്പോൾ ഞാൻ സുന്നിയാണെന്ന് അയാൾ അറിയിച്ചിട്ടില്ല. മൗലവി പറയുന്നുണ്ട്, ഇവർക്ക് ചിലപ്പോ സുന്നിയാണ് എന്ന് അറിയിക്കാതെ ചോദ്യം ചോദിക്കലും മറ്റുമുണ്ടെന്ന്. ഉണ്ട് മൗലവിമാരെ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കുഫ്രിയത്തിനെ തകർക്കാൻ കഅബ് ഇബ്നുൽ അശ്റഫിനെ, അള്ളാന്റെ റസൂലിനെ പരിഹസിച്ച കഅബ് ഇബ്നുൽ അശ്റഫിനെ നശിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് നബിയുടെ ആളാണെന്ന് മനസ്സിലാകാത്ത നിലയ്ക്ക് പോയ സംഭവം ബുഖാരിയിലില്ലേ? അത് റസൂലുള്ള അംഗീകരിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് തെളിവ് ബുഖാരിയാണ്, സഹാബത്തിന്റെ പതിവാണ്, സഹാബത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ ബയാനു തൽബീസിൽ ജഹ്മി എന്ന ഗ്രന്ഥം ഒരു മൗലവിയോട് തന്നെ വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അള്ള ഒരു കട്ടിൽ മേൽ ഇരിക്കുകയാണ്. എന്നാ പടച്ചോന് ദേഷ്യം പിടിക്കുമ്പോ അള്ള ഇങ്ങനെ വീർക്കും, അള്ളങ്ങട്ട് വീർക്കും, അത് കനം കൂടും. അങ്ങനെ കനം കൂടുമ്പോ അള്ള ഇരിക്കുന്ന കട്ടില് കരകരാന്ന് ഞെരിയും എന്ന് എഴുതി വെച്ച ഗ്രന്ഥമാണ് ബയാനു തൽബീസിൽ ജഹ്മിയ്യ. ഈ ആശയം ഞങ്ങളെ നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് വിളമ്പണോ? മുസ്ലിമീങ്ങളെ മുന്നിൽ വിളമ്പണോ? അതുകൊണ്ട് പൊളിച്ചെഴുത്ത് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണെന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് ഉണർത്തുന്നു. ഇവിടുന്ന് പറയാ, നിങ്ങളെ മാലിയക്കൽ സഖാഫിന്റെ ബുക്കിലും ഇല്ലേ പ്രകടമായ അർത്ഥം ഇറങ്ങി വരുന്നാണ്. ആ അർത്ഥം അനുസരിച്ച് വിശ്വസിക്കരുത് എന്നാണ് ഉള്ളത്. പ്രകടമായ അർത്ഥം അങ്ങനെയാണ്, പക്ഷേ അങ്ങനെ വിശ്വസിക്കരുത്. പക്ഷേ ഇറങ്ങി വരും എന്ന അർത്ഥം പ്രകടമായ അർത്ഥം തന്നെ ഭൗതികമായ നിലക്ക് അർത്ഥം പറയുമ്പോഴാ. വാസ്തവത്തിൽ ആ വാചകത്തിന് എന്തിലും ഇറങ്ങുന്ന അർത്ഥമുള്ളൂ. അത് ഇവിടെ തന്നെ പ്രസംഗിച്ചപ്പോൾ മൗലവിയുടെ നാവ് കൊണ്ട് ഇറങ്ങും എന്ന ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങും എന്നുള്ള ഹദീസ് ഏതാണ് മൗലവി? ഇറങ്ങി വരും എന്നുള്ള ഹദീസ് ഏതാണ്? രണ്ടിന്റെ ഈ വാചകം വെവ്വേറെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇറങ്ങും എന്ന് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇറങ്ങും എന്നേ ആ വാചകത്തിന് അർത്ഥമുള്ളൂ. പ്രകടമായ അർത്ഥം ഇറങ്ങി വരും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അതാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് മാളിയക്കൽ പറഞ്ഞത്, അല്ലാതെ മാളിയക്കൽ അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി സഹോദരന്മാരെ, അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ. ഇവിടെ പ്രസംഗം തുടങ്ങിയപ്പോ മൗലവി ചെയ്തത് എന്താണ്? സാധാരണ ചെയ്യുന്ന ഏർപ്പാട് തന്നെ. അതെന്താ? അയാള് പറഞ്ഞൊക്കെ നമ്മളെ തലയിൽ വെച്ച് കെട്ടുക. അയാൾ ആദ്യം തന്നെ പറയാണ്, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ, മുജാഹിദ് സുഹൃത്തുക്കൾ, ഞാൻ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയും, നിങ്ങളോട് എനിക്കൊരു വൈരാഗ്യവുമില്ല, എനിക്കൊരു വിദ്വേഷവുമില്ല. എനിക്കറിയാം നാദാപുരത്തോ പരിസരങ്ങളിലോ കടവത്തൂരിലോ വാണിമേലിലോ എവിടെയെങ്കിലും വല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലും പെട്ടുപോയ സാധാരണക്കാരുണ്ടെങ്കിൽ നരകത്തിൽ കടക്കണം എന്ന് വിചാരിച്ചിട്ട് അവരാരും മുജാഹിദായതല്ല. മറിച്ച് മൗലവിമാരുടെ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേട്ട് പെട്ടുപോയതാണ്. അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നരകത്തിൽ കടക്കണം വിചാരിച്ചാർക്ക് മുജാഹിദാവും ആവൂല. പക്ഷെ മൗലവിമാർ അവർ മനഃപൂർവ്വം നിങ്ങളെ പറ്റിക്കുകയാണ്. ഈ മൗലവിമാർ പേരോടിന്റെ പ്രസംഗം മുജാഹിദുകൾ കേട്ടുപോകരുത് എന്ന് നിർബന്ധമാണ്. അതിനവരെന്താ ചെയ്തതെന്നറിയോ? മുജാഹിദുകളോട് പ്രസംഗത്തിൽ ഇവിടുന്ന് തന്നെ മൗലവി പറയാണ്, മുജാഹിദുകൾക്ക് എല്ലാവർക്കും ലൂസാണ് എന്നാ പേരോട് പറയുന്നത്. അപ്പൊ മുജാഹിദുകൾ ഞങ്ങളൊക്കെ ഭ്രാന്തനാക്കുന്ന ഇവന്റെ പ്രസംഗം നമ്മളെന്തിനും കേൾക്കണം എന്ന് മുജാഹിദുകൾക്ക് തോന്നൂലേ? അതിനുവേണ്ടി എന്റെ പ്രസംഗം കേൾക്കാതിരിക്കാൻ വേണ്ടി മൗലവി എടുത്തൊരു അടവ്, മുജാഹിദുകൾ മുഴുവനും ലൂസാണ് എന്നാ പേരോട് പറയുന്നത്. എന്റെ നാവ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി തെളിയിക്കാൻ സാധ്യവുമല്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞു പേരോടിന് ലൂസാണ്. മൗലവിയുടെ നാവ് കൊണ്ട് പറഞ്ഞു പേരോടിന് ലൂസാണ്. മൗലവിയുടെ നാവ് കൊണ്ട് പറഞ്ഞു സമസ്തയുടെ ആലിമീകൾ മുഴുവനും മാനസിക രോഗികളാണ്. സുബ്ഹാനല്ലാഹ്, കണ്യത്ത് ഉസ്താദ് മാനസിക രോഗി, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മാനസിക രോഗി, കുത്തുബിത്തങ്ങൾ മാനസിക രോഗി, പാറക്കട്ട് വലിയ ഖാദിയാർ മാനസിക രോഗി, അതുപോലെ തായക്കോട് കുഞ്ഞലി മുസ്ലിയാർ മാനസിക രോഗി, സദഖത്തുള്ള മുസ്ലിയാർ മാനസിക രോഗി. അവരെല്ലാം സമസ്തയുടെ വലിയ വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിൽ മെമ്പർ ആകണോ മാനസിക രോഗിയാകണമെന്ന്. സമസ്തയുടെ ഒരുപാട് കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. അങ്ങനെ ആലിമീങ്ങളൊക്കെ മാനസിക രോഗി നിങ്ങളാ പറഞ്ഞത്, അത് ഞാൻ കേൾപ്പിക്കുന്നു. മൗലവി തന്നെ പറഞ്ഞത് ലൂസ്, ഞാനല്ല പറഞ്ഞത് ലൂസ്, നിങ്ങളാ പറഞ്ഞത്. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരു തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ.
കണ്ടോ, ആരാണ് ലൂസാണെന്ന് പറഞ്ഞത്? ഈ മൗലവിയുടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലോ. മൗലവിന്റെ വയല് കേട്ടാ വിചാരിക്കും ആഖിറത്തിൽ ഇങ്ങനെ ഒലിക്കുകയാണ്. എന്താണ് നമുക്ക് മരിക്കണ്ടേ എന്നൊക്കെയാ ചോദിക്കുക. സമസ്തയുടെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികൾ. ഇവിടെ വന്നാക്ക് പൂർണ്ണ ലൂസ്. ഞാൻ പറഞ്ഞ ആളല്ല, ഞാനിവിടെ ഉള്ള ആളാണ്. എന്നിട്ട് എന്റെ പേരിൽ വെച്ച് കെട്ടുക. മുജാഹിദീക്ക് മുഴുവൻ ലൂസാന്ന് പേരോട് പറഞ്ഞു. ഇതയാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു ലൂസ് ആർക്കാണ് നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ തീരുമാനിച്ചോളി, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു കത്ത് വായിച്ചു. അബ്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ കുറ്റ്യാടി സിറാജുലുദ്ദീന്റെ ഓഫീസിൽ നിന്ന് മുജാഹിദീങ്ങൾക്ക് ഒരു മറുപടി എഴുതിയിട്ട് അതിന് മുജാഹിദീങ്ങൾക്ക് അബ്ദുവിന് ഒരു മറുപടി എഴുതി. മറുപടിയിൽ എന്താണെന്ന് അറിയോ? നിങ്ങൾ അഡ്രസ് അറിയിച്ചു തരണം. അബ്ദുവിന് കത്തയക്കാണ്. അഡ്രസ്സിൽ അബ്ദുവിന്റെ അഡ്രസ് കത്തയക്കാൻ നിങ്ങൾ അഡ്രസ് അറിയിച്ചു തരണോ? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. എന്നിട്ടോ ആ കത്തിനെ പറ്റി മൗലവി എടുത്തില്ല. കത്ത് പറഞ്ഞു അതിപ്പോ എനിക്ക് വിശദീകരിക്കാൻ നേരില്ല. 4 ദിവസം ഉണ്ടായിട്ട് നേരില്ല അല്ലേ? എന്റെ മൂപ്പര് പറയാ ആ അബ്ദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എഴുതി നിങ്ങൾ ബിസ്മിന്റെ ബാ എഴുതിയ നീളം പോരാ, ഖുർആനിൽ എഴുതിയ പോലല്ല. അതിന് മൗലവിന്റെ മറുപടി അറിയോ? അസ്സലാമു അലൈക്കും നിങ്ങൾ എഴുതിയപ്പോ അവിടെയും നീളം കുറഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മറുപടിയിൽ അസ്സലാമു അലൈക്കും എഴുതിയതിന്റെ നീളം കുറഞ്ഞതിന് ആദ്യ ആഴ്ച കത്തിൽ എങ്ങനെ ബാഗിന്റെ നീളം കുറയാ? അത് ഇയാള് ബിസ്മി എഴുതിയ കത്തിന്റെ മറുപടിയിൽ പിന്നെ വരുന്ന മറുപടിയിൽ ലാമ് കുറഞ്ഞു പോയത് കൊണ്ടാണ് ആദ്യ അയച്ച കത്തില് ബായിന്റെ നീളം കുറഞ്ഞു പോയത് എന്നാ മറുപടി. നിങ്ങളൊന്ന് ആലോചിച്ചോ ഇപ്പൊ ലൂസ് എങ്ങനെ ഉണ്ട്? ലാമ് വിട്ടൊന്നും പോയിട്ടില്ല. അവിടെ ലാമ അവിടെ ഉണ്ട്. ലാമ വിട്ടൊന്നും പോയിട്ടില്ല. അതാർക്കും കാണാവുന്നതാണ്. അത് അബ്ദു എഴുതിയാട്ടോ, ഞാനൊന്നും എഴുതിയതുമല്ല. ഒരു അബ്ദു എഴുതിയ കത്തിന്റെ കഥയായി പറയുന്നത്. എന്നിട്ട് അതാണ് കാര്യമായിട്ട് മൂപ്പർ ഇവിടെ കുറെ സമയം ഉപയോഗിച്ച് അയ്യൊരു കത്ത് പറയാനാ 4 ദിവസത്തിലെടുക്കും. കുറെ സമയം അതിന് ഉപയോഗിച്ചു. പിന്നെ ഇയാളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ലൂസ് സമസ്തന്റെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികളാണെന്ന് പറഞ്ഞ ഇയാള് പ്രസംഗത്തിൽ എന്നെ വെല്ലുവിളിച്ചു. എന്നെ പറ്റി നിങ്ങൾക്കൊന്നും കാണിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവരെ കാണിച്ചാലിയാ? കാണിക്കണോന്ന് അയാൾക്ക് നിർബന്ധമാണ്, കാണിക്കണ്ടേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അയാൾ തലമറക്കാതെയും വിദേശത്തെ അയാൾ തലമറച്ചിട്ടുള്ള ഫോട്ടോ കാണിച്ചു. അയാളെ സീഡി തന്നെ കാണിച്ചു. അപ്പ അയാൾക്ക് ചൂടായിട്ട് എന്താണ് ചൂടായതെന്നറിയോ? എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു എന്നെ പറ്റി നിങ്ങൾ കാണിക്കാൻ നിങ്ങൾ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ട് അയാൾ കാണിച്ചു. എന്നെ കാണിക്കൂലായിരുന്നു. അയാൾക്കൊരു നിർബന്ധമാണ് കാണിക്കണ്ടേ. കാണിച്ചപ്പോ പിന്നെ ഇയാൾ പറയാണ് തലമറക്കണമെന്ന് പറയുന്നൊക്കെ വിധേയികളാണ്. തലമറക്കുന്നതിന്റെ പോരിശ പറയുന്നവരും തലമറക്കാൻ ഞാൻ സാക്ഷിക്ക് പറ്റൂല, അരിമീങ്ങള് പണ്ഡിതന്മാര് തലമറച്ചില്ലേ സാക്ഷിക്ക് പറ്റൂല, ഇമാമത്തിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ വിധേയികളാണ്. ആരായി വിധേയികള്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിധേയാണ്. ഫത്ഹുൽ മുയിനിലാണ് ആ മസ്അലയുള്ളത്. ഇമാമിങ്ങളുടെ കിതാബിലാണുള്ളത്. വിധേയാണ്. പിന്നെ ആരല്ല പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. ഇത് തലമറക്കുന്നതിന്റെ ബഹുമാനവും മറ്റൊക്കെ ഞാൻ പറയാം. എല്ലാ ഹദീസും ദഈഫാണ് അല്ലെങ്കിൽ മൗദൂആണ്. എല്ലാ ഹദീസും ദഈഫാണ് അല്ലെങ്കിൽ മൗദൂആണ്. മൂപ്പരം കേട്ടോ ഒറ്റ പറച്ചലാ. എന്നാ ഇയാള് ആ കോലോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വരട്ടെ. മൗലവിന്റെ 2 കോലോ. കോലോ ഒന്ന് വരട്ടെ. പെട്ടെന്ന് നന്നാക്കല്. അതുകൊണ്ട് തന്നെ റസൂലിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റസൂലിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. കോലക്കണ്ടില്ല എല്ലാവരും. ഇതാണ് ഞാൻ ചെയ്തത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അയാളെ കാണിക്കണമെന്ന് നിർബന്ധം. അയാൾ പറഞ്ഞു പേരോട് ഇനി എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല എന്ന്. കാണിച്ചു. ഇനി അയാൾ എന്താ പറയുന്നത്? തലമറക്കൽ വിധേയികളുടെ പരിപാടിയാണ്. തലമറക്കണമെന്നുള്ള ആശയം എന്നാണ്. അതെന്ന് വെച്ചാൽ മോനെ ഇപ്പോഴത്തെ പ്രസംഗം, പുതിയ പ്രസംഗം വിധേയികൾ പോലീസ്
ഇത് ഈ പ്രാവശ്യം അദ്ദേഹം പ്രസംഗിച്ചതിന്റെ CD-യാണ്. ഇത് ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി മുജാഹിദീങ്ങളോട് നമ്മളെ ചില ആളുകൾ സമ്മതം ചോദിച്ചു. നിങ്ങൾ ഏതായാലും പ്രസംഗിക്കുകയല്ല, ഞങ്ങൾ പിടിച്ചെടുത്തോട്ടെ. അവർ സമ്മതം കൊടുത്തില്ല. സമ്മതം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണോ? പിടിച്ചാൽ നമ്മൾ അതിന് ഓരോന്നിനും മറുപടി പറയുന്നത് അവർക്കറിയാം. അതുകൊണ്ട് നമ്മളെ പിടിക്കാൻ അനുവദിച്ചില്ല. ഇത് പിന്നെ എങ്ങനെ പിടിച്ചു നിങ്ങൾ ചോദിക്കും. ചില ഹിക്മത്തൊക്കെ ഉണ്ട്, നിങ്ങൾ കൂട്ടിക്കോളി. അപ്പോ അത് പിടിച്ചത് അവർ സൗകര്യം ചെയ്യാതെയുള്ള പിടുത്താണല്ലോ. അതുകൊണ്ടാണ് കൃത്യമായി നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഭയപ്പെടണ്ട, ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് പ്രസംഗം ഇന്ന് നിർത്തുമെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു ആരോഗ്യവും ആയുസ്സുമൊക്കെ തന്നെങ്കിൽ റമദാനിന് ശേഷവും നമുക്ക് പ്രസംഗം തുടരാം. ധൈര്യമുണ്ടെങ്കിൽ ആ CD ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഇറക്കട്ടെ. ഇറങ്ങിയാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി വന്നാൽ ശ്രമിക്കും. മൗലവിയനും വരുമെന്ന് നോക്കുക. ഇനി സഹോദരന്മാരെ, ഇയാളിങ്ങനെ ദുബായിൽ നിന്ന് തലമറക്കാൻ കാരണം എന്താണ്? അവിടുത്തെ ഞാൻ പറഞ്ഞു അയാളെ ഒരു കക്ഷി ഭീഷണിപ്പെടുത്തിയതാണ്. അവിടെ തന്നെ പ്രസംഗിക്കുന്ന ഒരാള് ഇസ്ലാമിന്റെ വേഷം ധരിക്കണം എന്നൊരു ഭയങ്കര ഭീഷണി. ആ ഭീഷണി നിങ്ങൾക്കൊന്ന് കാണാം. ഭീഷണി സഹോദര, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ ജീവിതം എന്താണ്? നമ്മുടെ കുടുംബ ജീവിതം എന്താണ്? നമ്മുടെ രഹസ്യ ജീവിതം എന്താണ്? നാം മനസ്സിലാക്കണം. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിമാണെന്ന് വേഷം കൊണ്ടോ രൂപം കൊണ്ടോ അറിയുന്നത് പോലും അപമാനമായി തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിലുണ്ടെങ്കിൽ അത് അപമാനമാണെന്ന് കരുതി അവസാനത്തെ അടയാളവും ഒഴിവാക്കുന്നതിലേക്കാണ് മനുഷ്യരെത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് യുവാക്കളാണല്ലോ കൂടുതൽ. വസ്ത്രധാരണത്തിൽ തിരുമേനി നിർദ്ദേശിച്ച ഒരു രൂപമുണ്ട്. ആ രൂപം പാലിക്കാൻ അതിശക്തമായി നാം തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭ്യസിച്ചവർക്കുമെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ, സിന്ദാബാദ് വിളിക്കുന്നവർ, പ്രമേയം പാസാക്കുന്നവർ, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നവർ ഓർക്കണം തിരുമേനിയെ ഞാൻ എന്തുമാത്രം അപഹസിക്കുന്നു എന്ന്. ഇന്ന് പലരുടെയും വസ്ത്രം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത വസ്ത്രമാണ്. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു. സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. ഇവിടെ ഒരു കാര്യം സ്വീകരിച്ചു. സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. ഇവിടെ കേട്ടോളി. ഇവിടെ ഞാൻ ഇത് കഴിഞ്ഞ പ്രസംഗത്തിൽ വെച്ചിരുന്നു. അതിന് മൗലവി ഇവിടുന്ന് പറഞ്ഞു, ഈ പേരോടിനെ എങ്ങനെ വിശ്വസിക്കും? എന്റെ പ്രസംഗത്തിന്റെ ബാക്കി അദ്ദേഹം കട്ടതാണ്. ഞാൻ പെണ്ണുങ്ങളെ സംബന്ധിച്ചാ പറഞ്ഞത്. അതെന്താണ്? നിങ്ങൾക്ക് എന്നെ കാണാം പേരോടിന്റെ പ്രസംഗത്തില് ഞാൻ ശേഷം മുങ്കയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ പെണ്ണുങ്ങൾ മറക്കണമെന്നാ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിയാരെന്ത് ചെയ്തു? മുസ്ലിയാരും മുങ്കയും എന്നുള്ളത് എന്റെ മുങ്കൈ മുറിച്ചു കളഞ്ഞതാണ്. ഞാൻ അയാളെ മുങ്കൈ മുറിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. എന്റെ മൂപ്പര വകയിൽ എന്നോട് ഒരു വെല്ലുവിളി ഉണ്ട്. വെല്ലുവിളിയോ? എന്റെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗവും കൂടി കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നൊരു വെല്ലുവിളി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി കേൾപ്പിച്ചു തരാം.